പരിപാടിയിലൊക്കെ സാധാരണഗതിയിൽ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകണമെന്ന നിർബന്ധമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ആ റിപ്പോർട്ടിൽ പറയുന്നത് മന്ത്രി ഓഫീസുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ വല്ലാതെ വിഷമിക്കുകയാണ്. ഇതിന് ഉദ്യോഗസ്ഥന്മാർ വല്ലാതെ വിഷമിക്കുകയാണ്. ഇതിന് ആളെ കൂട്ടാൻ എങ്ങനെ കഴിയും? അതാണ് വിഷമിക്കുന്ന കാര്യം. അപ്പോൾ ആളുകളില്ലാതെ ബുദ്ധിമുട്ടി പോകുന്നു എന്നാണ് ഈ റിപ്പോർട്ട് വായിച്ചാൽ തോന്നുന്നത്. യഥാർത്ഥത്തിലൊരു വിഷമമുണ്ട്. ഈ ഹോളിൽ ഒതുങ്ങുന്ന ആളല്ലേ വേണ്ടു. അപ്പൊ എങ്ങനെയത് ചുരുക്കും? അതൊരു വിഷമമുള്ള കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നവകേരള സദസ് മൈതാനിയിൽ നടന്നതാണല്ലോ. അവിടെ ആളുകൾ എത്ര വന്നാലും സാരമില്ല നമുക്ക് കണക്കാക്കാം. പക്ഷെ അവിടെയും വിഷമിച്ചല്ലോ. ചില മൈതാനിക്ക് താങ്ങാൻ പറ്റിയില്ലല്ലോ ആ സദസ്സിന്. അത്രമാത്രം ആളുകളല്ലേ ചില മൈതാനികൾ എത്തിയത്. പലയിടത്തും നവകേരള സദസ്സിനെ താങ്ങാൻ പറ്റുന്ന മൈതാനിയില്ല എന്ന് നമുക്ക് ബോധ്യമായല്ലോ. ഇപ്പോ 3 പരിപാടി കഴിഞ്ഞു. വിദ്യാർത്ഥിയും യുവജനവും മകളെയും. ഈ സർക്കാർ LDF സർക്കാരാണ്. LDF എന്ന് പറഞ്ഞാൽ വിവിധ കക്ഷികൾ അടങ്ങുന്നൊരു സർക്കാരാണ്. ഈ പറഞ്ഞ വിദ്യാർത്ഥിയായാലും യുവജനമായാലും മഹിളയായാലും ഒരു ഹാളിൽ ആളെ കൂട്ടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകില്ല എന്ന് എഴുതിയ റിപ്പോർട്ടർക്ക് അറിയാത്തതല്ല. പക്ഷെ അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എഴുതിപ്പിക്കുകയാണ് ഈ മാനേജ്മെന്റ്. ഇങ്ങനൊരു വാർത്ത കൊടുക്കണം. അപ്പൊ പിന്നെ നിവൃത്തിയില്ല, എഴുതലല്ലേ പറ്റും. കാരണം ഇവിടെ ഇപ്പോ ക്യാമറകളുമായിട്ട് നമ്മുടെ എല്ലാ മാധ്യമങ്ങളുടെയും ആളുകളുണ്ടല്ലോ. അതിൻ്റെ കൂടെ ആ ക്യാമറാമാൻ മാത്രമല്ല, ഓരോന്നിൻ്റെയും റിപ്പോർട്ടറും ഉണ്ടല്ലോ. ഓരോ സ്ഥലത്തും അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. അങ്ങനെയാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ കഴിഞ്ഞ പരിപാടികളിലൊക്കെ ആ ഹാളിൽ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും നല്ല ആളുകൾ ഒതുങ്ങാൻ പറ്റുന്ന ഹാളാണ് സിയാലിന്റെ എറണാകുളത്തുള്ള ഹാൾ. അവിടെയാണ് വനിതകളുടെ പരിപാടി നടന്നത്. അവരോട് ഒരു ക്ഷമാപണ സത്യത്തിൽ പറയുകയായിരുന്നു, ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് പോലെയല്ല, കൂട്ടമായിട്ട് മഹിളകൾ ഈ സീറ്റിന്റെ പുറത്ത് ഇരിക്കാൻ കഴിയാതെ തെങ്ങി നിൽക്കുകയായിരുന്നു. ഒരു ക്ഷമാപണ രീതിയിൽ പറഞ്ഞു, ഇതേ മാർഗമുള്ളൂ, വേറെ വഴിയില്ല, നമ്മൾ ഏറ്റവും വലിയ ഹോള് നിലക്കാണ് ഇവിടെ കണ്ടെത്തിയത്, അപ്പൊ ഇതുമായി സഹകരിക്കലല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്ന് അവരോട് പറയേണ്ടതായിട്ടില്ല. അപ്പൊ അവിടെയും ഇത് സംഘടിപ്പിച്ചവർ വിഷമിച്ചു. പക്ഷെ ആളെ കൂട്ടാനല്ല, ഈ ആള് കൂടിയപ്പോ അവർക്ക് എങ്ങനെ ഇരിപ്പിടൊരുക്കും എന്നുള്ളതിലാണ് ആ വിഷമം ഉണ്ടായതെന്നാണ്. ഒരു തരം പ്രത്യേക മനസ്ഥിതിയോടെ ഇത്തരം കാര്യങ്ങൾ കാണാൻ പാടില്ല. ഇതെല്ലാം എഴുതിയിട്ടുള്ള ഫലം എന്താണെന്ന് ഇന്നലെ കണ്ടില്ലേ? അവിടെ നിന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റണ്ടേ കാര്യങ്ങൾ? ഇതിനൊന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ എടുക്കുന്നത്. ശരിയായ വിവേചന ബുദ്ധി ജനങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കാനെങ്കിലും ഇത്തരം മാധ്യമങ്ങൾക്ക് കഴിയണ്ടേ? മാധ്യമത്തെക്കുറിച്ച് പറയാനല്ല ഇത്. പക്ഷെ എങ്ങനെ പറയാതിരിക്കും? ഇതുപോലെ പച്ചയായ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഏതെങ്കിലും ഒരു
കൂട്ടത്തിലുള്ള ഈ പാർട്ടികളാണല്ലോ, അവർക്ക് എല്ലാം കൂടെ നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനകളില്ല. ഏതെങ്കിലും ഒരു സംഘടനയുടെ ആളുകൾ വിചാരിച്ചാൽ തന്നെ ഏത് ഹോളും തങ്ങിയിട്ട് നിറഞ്ഞു പോകും. അങ്ങനെ ഏതെങ്കിലും സംഘടനയുടെ ആളുകളെ നടക്കാനല്ല ആ പരിപാടി വെച്ചത്. കേരളത്തിലെ വിദ്യാർത്ഥികളിലെ വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ അവിടെ എത്തുകയാണ്. ആ തരത്തിൽ ഒരു 2000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി. അപ്പോൾ അതിനൊരു പ്രയാസമുണ്ട്, ആ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിലും പറ്റും. ആ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ തരത്തിലാണ് ആ പരിപാടി നടന്നത്. യുവജനവും അങ്ങനെയാണ് നടന്നത്, മഹിളയും ആ രീതിയിലാണ് നടന്നത്. ഇനി നടക്കുന്ന എല്ലാ പരിപാടിയും, ഇപ്പോൾ നടക്കുന്ന പരിപാടിയും ഇനി നടക്കാൻ പോകുന്ന പരിപാടിയും എല്ലാം നാടിന്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് വന്ന് പങ്കെടുക്കുന്നത്. ഏതെങ്കിലും ഒരു സംഘടന മാത്രം ആളുകളെ എല്ലാം അണിനിരത്തുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് എളുപ്പം കഴിയുന്നതാണല്ലോ, ഞങ്ങൾക്ക് പ്രയാസമുള്ള കാര്യമല്ലത്. അതല്ല നടക്കുന്നത്. അതെങ്കിലും മനസ്സിലാക്കാനുള്ള വിവേകം കാണിച്ചാൽ നല്ലത്. നന്നാകുമെന്ന പ്രതീക്ഷയിൽ ഞാൻ പറയല്ല, നന്നാവില്ല എന്ന് മനസ്സിലാക്കി തന്നെ പറയാം. എന്നാൽ പറയാതിരിക്കുന്നത് ശരിയല്ലാതെ ഒന്നുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ. നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, നമ്മുടെ സാമൂഹ്യ പുരോഗതിയിൽ നിന്ന് വളരെ പിന്നിലേക്ക് എടുത്തെറിയപ്പെട്ടവരാണ് SC/ST വിഭാഗം. ഇത് ചരിത്രപരമായ കാരണങ്ങളാൽ സംഭവിച്ചതാണ്. ചരിത്രപരമായ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ അത് സ്വയമം ഉണ്ടായതല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന ചാതുർവർണ്ണ പൗരോഹിത്യ വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിന് മേൽ വ്യക്തമായ നിക്ഷിപ്ത താല്പര്യങ്ങളോടെ അടിച്ചേൽപ്പിച്ചതാണിത്. അതിൻ്റെ മുഖം വലിച്ചെറിയുക, ഇതായിരുന്നു ആധുനിക സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അത് വലിയൊരളവിൽ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള സമൂഹമാണ് കേരളീയ സമൂഹം. ചാതുർവർണ്ണ വ്യവസ്ഥ പ്രകാരം 4 വർണ്ണങ്ങളാണല്ലോ. ഈ 4ലും പെടാത്തവരാണ് SC/ST വിഭാഗം. അതുകൊണ്ട് തന്നെ 1000 ആണ്ടുകൾ മനുഷ്യരായി പോലും കണക്കാക്കാതെ ജീവിക്കേണ്ടി വന്നവരാണ് ഈ വിഭാഗത്തിൽപ്പെട്ടത്. അങ്ങനെ ജീവിച്ചവർക്ക് ഇതര മനുഷ്യർക്ക് കിട്ടുന്ന എല്ലാ പരിഗണനകളും അവകാശങ്ങളും കിട്ടണം. ഈ ആവശ്യവുമായി നമ്മുടെ ഇന്ത്യൻ സമൂഹം സഞ്ചരിച്ചത് നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെയാണ്. അയ്യങ്കാളി മുതൽ അംബേദ്കർ വരെയുള്ളവരുടെ പേരുകൾ ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ്. മഹാരാഷ്ട്രയിൽ ജ്യോതിബ ഫുലെ, സാവിത്രിബായി ഫുലെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാന പോരാട്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയവരാണ് നമ്മൾ. നമ്മുടെ നാട്ടില് EV രാമസ്വാമി നായ്ക്കരുടെയും മറ്റും നേതൃത്വത്തിൽ നടന്ന ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങളെ കുറിച്ചും നമുക്കറിയാം. ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന മറ്റ് പല സമരങ്ങളെ കുറിച്ചും അറിയാവുന്ന അടിസ്ഥാനപരമായി തന്നെ വ്യത്യാസം. ഇപ്പോൾ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ശക്തമായി നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടായതാണല്ലോ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ പോലും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയോ
അതൊക്കെ പിന്നീട് വന്നൊരു ഘട്ടത്തിൽ ഏതാണ്ട് എല്ലാം മാഞ്ഞുപോയി എന്താണ് വസ്തുത. ആ സംസ്ഥാനങ്ങൾ പലതും പഴയ അന്ധകാര അവസ്ഥയിലേക്ക് തിരികെ പോകുന്നതാണ് ഈ ആധുനിക കാലത്ത് നാം കാണുന്നത്. പക്ഷേ ഇത്തരമൊരു ദുരന്തം കേരളത്തിലുണ്ടായില്ല. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്തൊക്കെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുത്തോ ആ അവകാശങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് സമൂഹം മുന്നേറുന്നതാണ് കേരളത്തിൽ കണ്ടത്. കേരളത്തില് എന്താണ് ഇങ്ങനെയൊരു വ്യത്യാസം ഉണ്ടാകാൻ കാരണം? നമ്മളെക്കാളും നവോത്ഥാന പ്രസ്ഥാനം ശക്തമായിരുന്ന ചിലയിടങ്ങളിൽ നേരത്തെ പറഞ്ഞ തോതിലുള്ള പുറകോട്ട് പോക്ക് സംഭവിച്ചപ്പോൾ നമ്മുടെ നാട് അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കാൻ എന്താണ് കാരണം? ഒരു ഉത്തരമേ കാണാൻ നമുക്ക് കഴിയും. കേരളത്തില് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ മാറ്റങ്ങൾ തുറന്നു കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇവിടുത്തെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നല്ല നിഷ്കർഷ കാട്ടി. അതായത് നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ രാഷ്ട്രീയ തുടർച്ചയുണ്ടാകുന്ന സ്ഥിതിയുണ്ടായി. അതുകൊണ്ട് തന്നെ അയ്യങ്കാളിയെ പോലെയുള്ളവർ നിന്നിടത്ത് നിന്ന് തിരികെ പോവുകയല്ല, പകരം മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്തത്. അത് ഉറപ്പുവരുത്തുന്നതിൽ വളരെ പ്രധാന പങ്കാണ് കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ളത്. ഇവിടെ കാർഷിക ഭൂബന്ധങ്ങൾ അഴിച്ചുപണിതത്, ആത്മാഭിമാനമുള്ള ജനത എന്ന നിലയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ശാക്തീകരിച്ചത്, നവോത്ഥാനത്തിന്റെ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു വന്ന സവിശേഷ രാഷ്ട്രീയം. രാഷ്ട്രീയ രംഗത്തെ ഈ സവിശേഷത ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കേരളവും നേരത്തെ പറഞ്ഞ ചില സംസ്ഥാനങ്ങളുടെ വഴിക്ക് പോകുമായിരുന്നു. രാഷ്ട്രീയ ഇടപെടലിന്റെ ഫലമായാണ് ദുർബല വിഭാഗങ്ങൾ കുടികിടപ്പ് ഭൂമിയിൽ നിന്ന് കുടുംബത്തോടൊപ്പം പറിച്ചെറിയപ്പെടില്ല എന്ന സ്ഥിതിയുണ്ടായി. ഈ രാഷ്ട്രീയ സംവിധാനമാണ് ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ട്യൂഷൻ ഫീ കൊടുക്കാതെ പഠിക്കാമെന്നും വാടക കൊടുക്കാതെ ഹോസ്റ്റലുകളിൽ താമസിക്കാമെന്നുമുള്ള അവസ്ഥയുണ്ടാക്കിയത്. അതിന്റെ ഫലമായാണ് നല്ല രീതിയിൽ കുട്ടികൾക്ക് പഠിച്ചുയർന്നു വരാൻ കഴിഞ്ഞു. നവോത്ഥാനത്തിന് ഈ വിധത്തിലുള്ള രാഷ്ട്രീയ തുടർച്ച ഉണ്ടാകാതെ പോയ സംസ്ഥാനങ്ങൾ നവോത്ഥാന പ്രസ്ഥാനം പകർന്ന വെളിച്ചം പോലും ഇല്ലാതാക്കും വിധം പഴയ ഇരുട്ടിലേക്ക് തന്നെ വഴുതി വീഴുന്നതാണ് നമ്മൾ കണ്ടത്. കേരളത്തിലുണ്ടായ ഈ മാറ്റം
കൂടുതൽ ദൃഢീകരിച്ച് പുതിയ കാലത്തിന് അനുസൃതമാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഒരു പുതിയ വിജ്ഞാന സമൂഹം രൂപപ്പെടുന്നതിനെ പറ്റി നവകേരള സദസ്സിന്റെ ഭാഗമായി നേരത്തെ പറഞ്ഞത് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചതായിരിക്കും. ഈ മുഖാമുഖം പരിപാടി ആ വഴിക്കുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ശേഖരിക്കുന്നതിന് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ കണ്ടുമുട്ടുന്നത് ഇതാദ്യമല്ല എന്നെല്ലാവർക്കും അറിയാം. 2016 നവകേരള യാത്രയുടെ ഭാഗമായി വിവിധ ജില്ലകളിലെത്തിയപ്പോൾ അതാത് ജില്ലകളിലെ പ്രതിനിധികളുമായി ചർച്ച ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നു. അതില് നിങ്ങളിൽ ചിലരൊക്കെ പങ്കാളികളായിട്ടുണ്ട്. അതേ തുടർന്നുള്ള ഘട്ടത്തിൽ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ യോഗങ്ങൾ ചേർന്നപ്പോൾ ആ യോഗങ്ങളിൽ നിങ്ങളിൽ പലരുമായും ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 2021 വിവിധ ജില്ലകളിൽ വെച്ച് നാം കണ്ടുമുട്ടിയതാണ്. കഴിഞ്ഞ വർഷം അവസാനമാണ് നേരത്തെ പറഞ്ഞ നവകേരള സദസ്സുകളുടെ ഭാഗമായി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഞങ്ങൾ എത്തുന്ന നിലയുണ്ടായി. അതത് മണ്ഡലങ്ങളിലെ വ്യത്യസ്ത വിഭാഗങ്ങളുമായി സംവദിച്ചപ്പോൾ നിങ്ങളിൽ പലരും അവിടങ്ങളിലെല്ലാം എത്തിയവരുമാണ്. ഇത്തവണ ഓരോ ജനവിഭാഗവുമായും പ്രത്യേകമായി സംവദിച്ചുകൊണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സവിശേഷമായി ആരായാനാണ് ശ്രമിക്കുന്നത്.